ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ജോബ് കാർഡിൽ പറയുന്ന 2 കംപ്ലയിൻറ്റുകളാണ്. ഒന്ന് റണ്ണിങ്ങിൽ സൗണ്ട് പറയുന്നുണ്ട്, സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് വർക്ക് ചെയ്യില്ല. ഈ 2 കംപ്ലയിൻറ്റുകളാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. നിലവിൽ വണ്ടി നമ്മളിപ്പോൾ വർക്കിന് കയറ്റിയേക്കുന്നത് 39,375 കിലോമീറ്ററിലാണ് കയറ്റിയേക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി. സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ വന്ന ബെൻഡെക്സ് എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റാണ് കേട്ടോ. ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കാവണില്ല, അതാണ് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത്. പിന്നെ തന്നെയല്ല, നമ്മളതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിന് അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അതായത് കറക്റ്റ് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടതായിട്ടാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയേക്കണത് കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയ വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെൻഡെക്സ് യൂണിറ്റ് ഇട്ടാലും അതിൻ്റെ ഇവിടുത്തെ കപ്പ് പൊട്ടിപ്പോയക്കണുണ്ടാവും. പുതിയ ബെൻഡെക്സ് യൂണിറ്റ് ഇട്ടാലും ചെറിയൊരു ഒരയണ പോലെ സൗണ്ട് കാണിക്കും. കാരണം ഞാൻ തൽക്കാലം അലൈൻമെൻറ്റ് ചെയ്തിടാം, പക്ഷേ 100% അങ്ങനെ ചെയ്താലും ക്ലിയർ ആവാറില്ല. മാസ്റ്റർ എഡ്ജിനും ഹീറോൻ്റെ ഡ്യുവറ്റിനും ഉള്ളൊരു കോമൺ കംപ്ലയിൻ്റ് ആണത്. മാക്സിമം നമ്മൾ ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ബാറ്ററിയും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നിലവിൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണേ. 2023 ബാറ്ററിയാണ്. സാധാരണ നമുക്ക് 5 ആമ്പിയർ ബാറ്ററിയാണ് നമുക്ക് മാസ്റ്റർ എഡ്ജിനൊക്കെ വേണ്ടത്. ഇതും ഇരിക്കുന്നത് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12.75 വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് കാണിക്കുന്നത് കേട്ടോ. ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9 വോൾട്ട് 9.20 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം നിലവിലില്ല. സെൽഫിൻ്റെ പ്രശ്നം കാണിക്കുന്നത് നമുക്ക് ഈ ബെൻഡെക്സ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെയാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസം, ശബ്ദ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു മേജർ സൗണ്ട് വ്യത്യാസമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷേ ഈ ബാക്കിലത്തെ വീലിൻ്റെ ആക്സിൽ വരുന്ന ബെയറിംഗ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ആക്സിലുമാണ്. അതിൻ്റെ ബെയറിംഗ് ഓൾറെഡി പോയി കിടക്കാം. ഇതിനകത്ത് നോക്കുമ്പോൾ വീഡിയോയിൽ അത്രത്തോളം ക്ലിയറായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് എത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ആ ബെയറിംഗ് പോയേക്കണതാണ്. ആ ബെയറിംഗ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം ചേഞ്ച് ചെയ്തിടാനായിട്ട്. ഇപ്പം നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ കാണുന്ന ഈ ഒരു ബ്രീത്തർ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൈപ്പ്, റബ്ബർ പൈപ്പ് വിട്ട് കിടക്കാറുണ്ട്, ഇതേപോലെ കിടക്കാറുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടിരുന്ന് ലോക്ക് ചെയ്തിരിക്കേണ്ട കേബിളല്ല, പൈപ്പാണത്. ബ്രീത്തർ പൈപ്പ്. അതിൻ്റെ ഉള്ളിലേക്ക്, എഞ്ചിൻ്റെ ഉള്ളിൽ, ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ആ വീലുകൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് എയർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടാണ് പൈപ്പാണത്. ഇത് ശരിക്കും ബ്ലോക്ക് ആവാനും പാടില്ല. ഈ സാധനം കറക്റ്റ് ലോക്കായിട്ടിരിക്കണം. കാരണം അതല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഗിയർ ബോക്സിനകത്ത്, ഓയിലിനകത്ത് വെള്ളം മിക്സാവും, ബെയറിങ്ങുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്തിടാം. പിന്നീടായാലും വണ്ടി കഴുകണ സമയത്തൊക്കെ നമ്മുടെ കൈ തട്ടിയിട്ടാണ് അറിയാതെ വന്നതാണ് ഈ സംഭവം. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് ചെക്ക് ചെയ്യും. നിലവിൽ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓയിലൊക്കെ കൃത്യമായിട്ട് മാറ്റി സെറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓയിൽ, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഓയിൽ, ഈ സൈഡ് ചെറിയ ലീക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നോക്കിയതാണ്. അതിനകത്ത് ഓയിലില്ല. 120 മില്ലി ഓയിലാണ് നമുക്ക് ആകെ ഗിയർ ബോക്സിലുള്ളത്. ഇതിനകത്ത് ഒട്ടും തന്നെ ഓയിലില്ല കേട്ടോ. അപ്പോൾ ബാക്കിലത്തെ ആ സൗണ്ടുമായി ബന്ധപ്പെട്ട് ഗിയർ ബോക്സിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഓടിക്കുമ്പോൾ നമുക്ക് അത്ര മേജറായിട്ടുള്ളൊരു ഒരച്ചിൽ സൗണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുമില്ല കേട്ടോ. അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. പിന്നെ ഇതിനകത്ത് ബാക്കിലെ ബ്രേക്ക് ലൈൻഡറൊക്കെ യൂസ് ചെയ്തേക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡറാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹബിനകത്ത് ഉരഞ്ഞേക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. അതിമാതിരി ലൈൻഡറൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഹബ്ബൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, തുരുമ്പ് പിടിച്ചാണ് ഒരു സിറ്റുവേഷനാണ് അതിൻ്റെ ഉള്ളിലത്തെ ആ ഹബ്ബ് ഉരഞ്ഞ ഈ ഒരു അവസ്ഥയ്ക്ക് അയക്കണം. ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ അങ്ങനത്തെ ലൈനർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഹബ്ബ് തേയ്മാനം വന്നു പോകും. ഇവിടെ നല്ല രീതിയിൽ സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. നിലവിൽ നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗിയർ ബോക്സിൻ്റെ ഭാഗം കൂടി ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗിയർ ബോക്സ് കംപ്ലയിൻറ്റ് റെഡി ആക്കിയതിന് ശേഷം കമ്പനി ലൈനർ ഇട്ടിട്ട് വീലിടണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അതേപോലെ ബാക്കിലത്തെ ടയർ ഫുള്ള് മുട്ടയാണ്, ഒട്ടുമില്ല, സെൻറ്ററിലൊന്നും ഒട്ടും പിടുത്തമില്ല. മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. എന്തായാലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. നമ്മൾ ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ് പറഞ്ഞാലാണ് നമുക്കതനുസരിച്ചൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് പ്രകാരം വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും. സെൽഫിൻ്റെ കംപ്ലയിൻറ്റിന് നമ്മൾ ചെയ്യേണ്ടത് നമുക്കതിൻ്റെ ബെൻഡെക്സിൻ്റെ യൂണിറ്റ് മാറ്റാം, ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് ചെയ്തിടുക എന്നുള്ളതാണ്.
പിന്നെ ഇവിടെ ഓയിൽ ലീക്ക് ഉണ്ടതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചേക്കുന്നത്. ഇവിടെ ഓയിൽ സീൽ കംപ്ലൈൻ്റ് ആണ്. ഇവിടുത്തെ ഓയിൽ സീലും ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഓയിൽ സീലും കൂടി രണ്ടും മാറ്റിയിട്ടാൽ നന്നായിരിക്കും. ചോക്കിൻ്റെ കേബിൾ ഉപയോഗമില്ലാന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ സ്റ്റക്കായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കണേ. അപ്പോൾ അതിൻ്റെ പൊസിഷനും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചോക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് ഇതുമേന്ന് വിടിയിച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അത് ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിംഗ് ആക്കി ഇടണം എപ്പോഴും നല്ലത്. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ചോക്ക് അപ്ലൈൻഡ് ആയിട്ട് വരും. അത് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടായി കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ബാറ്ററിക്കൊക്കെ കൂടുതൽ ലോഡ് വരാനും സാധ്യത കൂടുതലാണ്. നമ്മൾ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാവണമെന്നില്ല. ചോക്ക് വലിച്ചിട്ട് വണ്ടി സെൽഫ് അടിച്ചാൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ബാറ്ററിക്ക് അത്ര ലോഡ് കുറഞ്ഞിരിക്കും. അത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടും. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ വാട്സാപ്പിലേക്ക് അയച്ചിടാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, അതായത് ബെൻഡെക്സിൻ്റെ ഭാഗം ചെയ്താലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ ഗിയർ ബോക്സിന് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കേസ് പറയണം. ഗിയർ ബോക്സ് ബെയറിംഗ് മാറ്റുന്ന കേസ് പറയാം. ഗിയർ ബോക്സിൻ്റെ കേസ് റിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ ലൈനറും കൂടി മാറ്റിയിടണമായിരിക്കും ബെറ്റർ. പിന്നെ ടയർ തീർന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. പിന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. പക്ഷേ നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന ഈ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ അയച്ചേക്കുന്നത്. ഓക്കെ.